Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the topic what are the differences between branches and departments. Today we are going to discuss what are the different types of branches. Branches can be broadly classified into three categories. They are dependent branch, second one independent branch, and last one foreign branch. There are three different types of branches: dependent branch, independent branch, and foreign branch. First types of branches are dependent branches or branches not keeping full system of accounting. Dependent branch or branches not keeping full system of accounting. Okay, അപ്പോൾ എന്താണ് നോക്കാം. Branches not keeping full system of accounting are known as dependent branch. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാത്ത അല്ലെങ്കിൽ കീപ്പ് ചെയ്യാത്ത ബ്രാഞ്ചിനെയാണ് എന്തെന്ന് പറയുക? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുക. ഓക്കെ, ദീസ് ബ്രാഞ്ചസ് ഡിപ്പെൻഡ് സോൺലി ഓൺ ദി ഹെഡ് ഓഫീസ് ഫോർ ഓൾ ദ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പം ദേ ഡിപ്പെൻഡ് പ്രാക്ടിക്കലി ഓൺ ഹെഡ് ഓഫീസ് ഫോർ എവറിത്തിങ്. They do not maintain complete set of books of accounts. Okay, but these are the branches that operate as per the strict instructions and regulations or directions given by the head office. Instructions അല്ലെങ്കിൽ ഡയറക്ഷൻസ് ഹെഡ് ഓഫീസ് നൽകുന്നതിനനുസരിച്ച് മാത്രം വർക്ക് ചെയ്യുന്ന ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാത്ത ബ്രാഞ്ചിനെ ആണ് എന്തെന്ന് പറയുക? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുക. ഓക്കെ, then the features of dependent branches. First one, it does not maintain its own set of books. Okay, branches keep only some memorandum records such as stock register, debtors register, etc. അപ്പം എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഒരിക്കലും ആര് പ്രിപ്പയർ ചെയ്യാറില്ല? ബ്രാഞ്ചസ് പ്രിപ്പയർ ചെയ്യാറില്ല. ഏതാണ്? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് പ്രിപ്പയർ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള സം മെമ്മോറാണ്ടം റെക്കോർഡ്സ് മാത്രമേ ആര് കീപ്പ് ചെയ്യാറുള്ളൂ? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് ചെയ്യാറുള്ളൂ. ദെൻ സെക്കൻഡ് വൺ, ഗുഡ്സ് ആർ റിസീവ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസ്. That means goods are often supplied by the head office at a cost price, but sometimes these are sent at a loaded or market price. അപ്പം ഗുഡ്സ് എങ്ങനെയൊക്കെ സപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. ഗുഡ്സ് ആർ സപ്ലൈഡ് ബൈ ഹെഡ് ഓഫീസ് അറ്റ് എ കോസ്റ്റ് പ്രൈസ് ഓർ ലോഡഡ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. അപ്പം ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ കോസ്റ്റ് പ്രൈസിൽ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിലോ എന്ത് ചെയ്യാം? ഗുഡ്സ് സെൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഗുഡ്സ് ആർ റിസീവ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസ്. എപ്പോഴും ഗുഡ്സ് എവിടെ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ? ഹെഡ് ഓഫീസിൽ നിന്ന്. ഹെഡ് ഓഫീസ് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് മാത്രമേ ആർക്ക് സെയിൽ ചെയ്യാൻ അവകാശമുള്ളൂ? ബ്രാഞ്ചസിന് സെയിൽ ചെയ്യാനായിട്ട് അവകാശമുള്ളൂ. അപ്പം ഗുഡ്സ് സപ്ലൈഡ് ബൈ ദ ഹെഡ് ഓഫീസ് ആർ സോൾഡ് ഓൺലി ബൈ ദ ബ്രാഞ്ചസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, all expenses are directly paid by head office. എല്ലാ എക്സ്പെൻസസും ആര് തന്നെയാണ് കൊടുക്കുക? ഹെഡ് ഓഫീസ് തന്നെയായിരിക്കും ഡയറക്റ്റായിട്ട് പേ ചെയ്യുക. ഓക്കെ, all expenses are directly paid by head office. Okay, then next one, all petty expenses are paid by the branch manager from the petty cash received from head office. ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന പെറ്റി ക്യാഷിൽ നിന്നാണ് ബ്രാഞ്ച് മാനേജർ പെറ്റി എക്സ്പെൻസസ് മെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാം പെറ്റി എക്സ്പെൻസസ് ചില്ലറ ചിലവുകളാണ് ആ പെറ്റി എക്സ്പെൻസസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിന് മുമ്പായിട്ട് കുറച്ച് ക്യാഷ് ആരെ ഏൽപ്പിച്ചിരിക്കും? ബ്രാഞ്ച് മാനേജറെ ഏൽപ്പിച്ചിരിക്കും. ആ ക്യാഷ് ഉപയോഗിച്ച് പെറ്റി എക്സ്പെൻസസ് മെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ക്യാഷ് റിസീവ്ഡ് ഓൺ account of sale is duly remitted to head office. Cash received on account of sale is duly remitted to head office ആണ്. അപ്പം നമുക്കറിയാം ഡെയിലി കളക്ഷൻസ്, അത് ക്യാഷ് സെയിൽസിൻ്റെ കളക്ഷൻ ആയിക്കോട്ടെ, കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് ആയിക്കോട്ടെ, ഡെയിലി കളക്ഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കണം? ബോത്ത് ഫ്രം ക്യാഷ് സെയിൽസ് ആൻഡ് ഫ്രം ഡെറ്റേഴ്സ് ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ഹെഡ് ഓഫീസ് ആർ റെമിറ്റഡ് ടു ദി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തിരിക്കണം? റെമിറ്റ് ചെയ്യണം. അത് ക്യാഷ് സെയിൽസ് ആയിക്കോട്ടെ, കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് ആയിക്കോട്ടെ, ഡെയിലി ഡെപ്പോസിറ്റ് നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, Then second important type is
independent branch. What do you mean by independent branch? Independent branches are those branches which operate as independent and autonomous business unit. Independent and autonomous business unit for all the practical purposes including accounting. അപ്പം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ സിസ്റ്റം ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യില്ല, സം മെമ്മോറാണ്ടം റെക്കോർഡ്സ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന് ഈ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ആരായിരിക്കും? ഹെഡ് ഓഫീസ് ആയിരിക്കും. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ സിസ്റ്റം ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന ബ്രാഞ്ചസിനെയാണ് എന്തെന്ന് പറയുക? ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയാം. അവർക്ക് ഹെഡ് ഓഫീസ് കൊടുക്കുന്ന സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ ഡയറക്ഷൻസ് ഉണ്ടാവില്ല. അവിടുന്ന് ഓർഡേഴ്സും റെഗുലേഷൻസൊക്കെ അനുസരിക്കണം, എങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സും റെഗുലേഷൻസും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് രണ്ട് ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ആര് തന്നെയായിരിക്കും? ഹെഡ് ഓഫീസ് തന്നെയായിരിക്കും. എൻ്റെ പ്രോഫിറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും? ഹെഡ് ഓഫീസിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലാത്തുള്ള മറ്റെന്ത് ബിസിനസ് ആക്ടിവിറ്റീസും ആയിക്കോട്ടെ, അത് ഓട്ടോണമസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഈ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിന് സാധിക്കും. ഓക്കെ, their only link with the head office is that they are owned by the head office and the profit or loss of such branches belongs to the head office. അപ്പം ഒരു ലിങ്ക് മാത്രമാണ് ഒരു, അതായത് അവർ കൊടുക്കുന്ന ക്യാപിറ്റൽ കൊണ്ട് വർക്ക് ചെയ്യുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അവിടുത്തെ കിട്ടുന്ന പ്രോഫിറ്റ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു? ഹെഡ് ഓഫീസിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒരു ലിങ്കായിട്ട് മാത്രമാണ് ആര് ആക്ട് ചെയ്യുക? ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് വർക്ക് ചെയ്യുക. ഇറ്റ് കീപ്സ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പയർ ദെയർ ഓൺ ഫൈനൽ അക്കൗണ്ട്. കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും, അതിനോടൊപ്പം ഫൈനൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ആരാണ്? ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഓക്കെ, തേർഡ് വൺ, ഫോറിൻ ബ്രാഞ്ച്. തേർഡ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ് ഫോറിൻ ബ്രാഞ്ച്. ഫോറിൻ ബ്രാഞ്ചസ് ആർ ദോസ് ബ്രാഞ്ചസ് ഓപ്പൺ ഇൻ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിൽ ഓപ്പൺ ചെയ്യുന്ന ബ്രാഞ്ചസിനെയാണ് എന്തെന്ന് പറയുക? ഫോറിൻ ബ്രാഞ്ച്. അപ്പോൾ ഹെഡ് ഓഫീസ് ഒരു കൺട്രിയിലായിരിക്കും, ദെൻ അനദർ കൺട്രിയിലായിരിക്കും അതിൻ്റെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ബ്രാഞ്ചിനെയാണ് എന്തെന്ന് പറയുക? ഫോറിൻ ബ്രാഞ്ച് എന്ന് പറയുക. ദിസ് ആക്ട് ആസ് ലൈക്ക് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ആർക്കും ആക്ട് ചെയ്യാം? ഫോറിൻ ബ്രാഞ്ചസിനും ആക്ട് ചെയ്യാം. അവർക്ക് വേണ്ടുന്ന എൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫീസ് ഓൾസോ. അവരുടെ ഹെഡ് ഓഫീസ് തന്നെയായിരിക്കും അവർക്ക് വേണ്ടുന്ന എൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നത്. എൻ്റെ പ്രോഫിറ്റ് ഓൾസോ ഗോസ് ടു ദി head office. Okay, dear students, watch and listen the videos carefully and try to write the assignment question like what are the different types of branches.